മാപ്പ് പറഞ്ഞിട്ടും ഭീഷണി തുടരുന്നുവെന്ന് ആരോപണം. പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ നോയിഡയിലെ വിദ്യാർത്ഥിനിക്ക് നേരെ ഭീഷണി തുടരുന്നുവെന്ന് ആരോപണം. പി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലഗോപാൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ ജന്തർ മന്ദിറിൽ പ്രതിഷേധ സമരത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി എന്ന ഇതുമായി ബന്ധപ്പെട്ട് നോയിഡയിലെ ഒരു വിദ്യാർത്ഥിനിക്ക് നേരത്തെ നോയിഡ പോലീസ് ഒരു 0 FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ പെൺകുട്ടി പിന്നീട് പ്രധാനമന്ത്രിയോട് മാപ്പ് അഭ്യർത്ഥിക്കുകയും പ്രധാനമന്ത്രി ആ മാപ്പ് സ്വീകരിച്ചു എന്ന വാർത്തകളുമൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന കാരണം 0 FIR നോയിഡയിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നു എങ്കിലും പിന്നീട് ഡൽഹി പോലീസിന് കൈമാറുകയാണ് ഉണ്ടായിരുന്നത്. ഡൽഹി പോലീസ് ആ 0 FIRലെ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ യുവതിക്കും ഈ പെൺകുട്ടിക്കും അവരുടെ മാതാവിനുമെതിരെ നിരന്തരമായ ഭീഷണികൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അവരുടെ അഭിഭാഷകനാണ് ഇക്കാര്യം പറഞ്ഞത്. 3 തവണ ഇവർക്ക് താമസ സ്ഥലം മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം ഫരീദാബാദിലെ അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അവിടെയും ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് ഇപ്പോൾ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇവർക്ക് താമസം മാറേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബലാത്സംഗം ചെയ്യും, അതുപോലെ തന്നെ ഈ കൊന്നുകളയും തുടങ്ങിയ ഭീഷണികളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നതായും ഈ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ അഡ്രസ്സ് ഈ 0 FIRലൂടെ പുറം ലോകത്തിന് ലഭിക്കുകയുണ്ടായി. അതേ തുടർന്നാണ് ഈ മാതാവിനും പെൺകുട്ടിക്കും നേരെ ഇപ്പോൾ നിരന്തരമായ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നതെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. മോത്തി.